ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ യാത്ര കൊടൈക്കനാലിൽ നിന്നും മധുരയിലേക്കാണ്. അതാണ് നമ്മൾ പോകാറുള്ളത് പഴയ റൂട്ടിലാണ്. ഇപ്രാവശ്യം വത്തലക്കുണ്ട് റൂട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. എന്തായാലും തിരഞ്ഞെടുത്ത റൂട്ട് വെറുതെ ആയില്ല, അത്രയ്ക്ക് പൊളിയാണ് ഈ റൂട്ട്. കൊടൈ റൂട്ട് പ്ലാൻ ചെയ്യുന്നവർ ഈ റൂട്ട് കൂടി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുന്നത് ബെറ്റർ ആയിരിക്കും കേട്ടോ. ഡ്രൈവിങ്ങിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കുക തന്നെ വേണം. കൊടും വളവുകളും കുത്തനെയുള്ള ഇറക്കങ്ങളും ഉള്ളത്. ഈ റൂട്ടിന്റെ പ്രത്യേകത റോഡിന്റെ ഇരു സൈഡിലും നിറയെ മരങ്ങളാണ്. അതുകൊണ്ട് തന്നെ റൂട്ട് കൂടുതലും തണലാണ്. പോകുന്ന വഴിയൊക്കെ വഴിയോര കച്ചവടക്കാരെ കാണാം. ചക്കയും മാങ്ങയും പിന്നെ സീസൺ അനുസരിച്ചുള്ള ഫ്രൂട്ട്സും ഒക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കാണാം. ജനവാസമില്ലാത്ത ഏരിയയാണ് കൂടുതലും. പ്രകൃതി ഭംഗി വേണ്ടുവോളം ആസ്വദിക്കാൻ പറ്റിയില്ല. ഇടയ്ക്കൊരിടത്ത് മാത്രം റോഡിന്റെ പണി നടക്കുന്നത് കൊണ്ട് ഒരു 10 മിനിറ്റ് ബ്ലോക്ക് പിടിച്ചു. എങ്കിലും അധികം ബുദ്ധിമുട്ടില്ലാതെ യാത്ര തുടരാൻ സാധിച്ചു. പിന്നെ ഞങ്ങൾ പോകുന്ന വഴി എല്ലാം ഈ റോഡിനെ പറ്റി തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത്രയ്ക്ക് ഭംഗിയുള്ള റൂട്ടാണ്. ഈ റൂട്ടിൽ ചിലയിടത്ത് മാത്രം മരങ്ങൾ കൂടി നിന്ന് ഇരുണ്ട് കിടക്കുന്നു. അവിടെ എത്തിയപ്പോൾ ചുമ്മാ മനസ്സിലൊന്ന് തോന്നി, ഇവിടെ വെച്ചെങ്ങാനും വണ്ടി പഞ്ചറായാൽ പെട്ടത് തന്നെയെന്ന്. എന്നാൽ അടുത്ത സെക്കൻഡിൽ വണ്ടി പഞ്ചറായി. ഞങ്ങളാകെ ടെൻഷനായി. കറക്റ്റ് സമയത്ത് അതുവഴി വന്ന ഒരു പോലീസുകാരൻ സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞ് പഞ്ചറൊട്ടിക്കായി ആളെ കറക്റ്റ് ചെയ്തു. ആളുടെ നമ്പർ തന്നിട്ടാണ് പോയത്. വണ്ടി റെഡിയാക്കി കിട്ടാൻ 2 മണിക്കൂറോളം ടൈം എടുത്തു. അതിനുശേഷം വീണ്ടും യാത്ര തുടങ്ങി. അവിടുന്ന് 25 കിലോമീറ്റർ വേണമായിരുന്നു ടൗണിലെത്താൻ. കഴിവതും നമ്മൾ റോഡിന്റെ ഓരം ചേർന്ന് തന്നെ പോകാൻ ശ്രദ്ധിക്കുക.
ഇനി ഇവിടുന്ന് മധുരയ്ക്ക് ഏകദേശം 60 കിലോമീറ്ററോളം ഉണ്ട്.